ശൈലജസ്ന എന്ന് പറഞ്ഞവരെ ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചു കേട്ടത് ഈശോയുടെ രൂപാന്തരീകരണമാണ്. ഇവിടെ ഈശോ പത്രോസ്, യാക്കോബ്, യോഹന്നാൻ എന്നിവരെ കൂട്ടിക്കൊണ്ടൊരു മലയിലേക്ക് പോകുന്നു. അവിടെ വെച്ച് ഈശോ രൂപാന്തരപ്പെടുകയാണ്. ഈശോയുടെ മുഖം ഇങ്ങനെ സൂര്യനെ പോലെ വെട്ടിത്തിളങ്ങി എന്നാണ് സുവിശേഷം പറയുന്നത്. ഈശോയുടെ വസ്ത്രം ഏറ്റവും ഭംഗിയായിട്ട്, അല്ലെ, ഭൂമിയിലെ ഏത് അലക്കുകാരനും വെളുപ്പിക്കാവുന്നതിനേക്കാളും കൂടുതൽ ഭയങ്കര വെളുത്തതായിട്ട് കാണപ്പെട്ടു എന്നൊക്കെയാണ് പറയുന്നത്. ചുരുക്കം പറഞ്ഞാൽ ദൈവത്തിന്റെ യഥാർത്ഥ സൗന്ദര്യം ഈ ശിഷ്യന്മാര് കാണുകയാണ്. പത്രോസിലെ ഉടനെ പറയുകയാണ്, കർത്താവെ, നമ്മൾ ഇവിടെ ആയിരിക്കുന്നത് നല്ലതാണ്. നിനക്ക് സമ്മതമാണെങ്കിൽ ഞങ്ങൾ 3 കൂടാരങ്ങളൊക്കെ ഉണ്ടാക്കാം, ഒരെണ്ണം മോശയ്ക്ക്, ഒരെണ്ണം ഏലിയായ്ക്ക്, ഒരെണ്ണം നിനക്ക്. പക്ഷെ ഞങ്ങൾക്ക് എപ്പോഴും നിന്നെ കണ്ടുകൊണ്ടിരിക്കണം എന്ന് പറയുകയാണ്. പത്രോസിലെ പറയുകയാണ്, പത്രോസിലയുടെ മനസ്സിലൊരു ആഗ്രഹം പറയുകയാണ്, ഞങ്ങൾ കൂടാരങ്ങൾ വരെ ഉണ്ടാക്കി തരാം, ഞങ്ങൾക്ക് എപ്പോഴും ഇത് കണ്ടുകൊണ്ടിരിക്കണം. ഇതിന്റെ ഇത്രയും മനോഹരമായിട്ടുള്ള ഈ ഒരു തേജസ് ഞങ്ങൾക്ക് കണ്ടുകൊണ്ടിരിക്കണമെന്ന് പത്രോസിലെ മനസ്സിൽ പറയുകയാണ്. എന്നിട്ട് ഈശോയോട് പറയുകയാണ്, 3 കൂടാരങ്ങളൊക്കെ ഉണ്ടാക്കി തരാമെന്ന് പറയുകയാണ്. സ്നേഹമുള്ളവരെ, ശരിക്കും പറഞ്ഞാൽ പത്രോസിലിയ ഇത് പറയാനായിട്ടുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ, പത്രോസിലേക്കും അതുപോലെ തന്നെ ദൈവത്തിന്റെ മഹത്വം ദർശിച്ച എല്ലാവർക്കും ഉള്ള ഒരു ആഗ്രഹമാണ് ദൈവത്തിന്റെ മഹത്വം എപ്പോഴും കണ്ടുകൊണ്ടിരിക്കണം എന്നുള്ളത്. അല്ലെ, പല വിശുദ്ധരുടെ ജീവിതത്തിലും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, ദൈവത്തിന്റെ യഥാർത്ഥ സൗന്ദര്യം കണ്ടു കഴിഞ്ഞാൽ മറ്റു കാര്യങ്ങളൊക്കെ അവർക്ക് സെക്കൻഡറി ആണ്. ലോകത്തിലെ ഏത് വലിയൊരു സൗഭാഗ്യത്തിനും ആ ഒരു വലിയൊരു സൗഭാഗ്യം നൽകാനായിട്ട് സാധിക്കില്ല. ദൈവത്തിന്റെ ആ മുഖദർശനം എന്ന് പറയുന്ന അതിനോട് തുലനം ചെയ്യാനായിട്ട് ഒന്നിനും സാധിക്കില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ദൈവത്തിന്റെ യഥാർത്ഥ സൗന്ദര്യം ഒരാളൊരു തവണ ദർശിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു നല്ല ദൈവാനുഭവം നമുക്ക് ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ ദൈവത്തെ അല്ലാതെ മറ്റാരെയും നമുക്ക് ആവശ്യമായിട്ട് വരികയില്ല. ഇന്നത്തെ സുവിശേഷത്തിന്റെ പത്രോസിനെ നമ്മൾ പഠിപ്പിക്കുന്ന വലിയ കാര്യങ്ങൾ തന്നെയാണ്. സ്നേഹമുള്ളവരെ, ഇന്നത്തെ വചനഭാഗം വായിച്ചു കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിലും ദൈവാനുഭവം ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ യഥാർത്ഥ സൗന്ദര്യം മനസ്സിലാക്കാനായിട്ടുള്ള ഒരു കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ലൗകികമായിട്ടുള്ള ആഗ്രഹങ്ങൾക്ക് പുറകെ നമ്മൾ ഓടില്ല, ദൈവത്തിന്റെ പിന്നാലെ യാത്ര ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. അതിനുള്ളൊരു കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും.